പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിരുന്നു ഇതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ബ്ലെസ്സിങ് നടത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളിത് ഒത്തിരി പേരിലേക്കൊക്കെ എത്തിക്കുന്നുണ്ടല്ലോ. അതൊക്കെ വലിയൊരു സന്തോഷം, വലിയൊരു ആനന്ദം നൽകുന്നൊരു കാര്യം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, കർത്താവിൻ്റെ വചനം അനേകരിലേക്ക് എത്തട്ടെ, ഒത്തിരി പേർക്ക് ഈ ഒരു ശുശ്രൂഷ അനുഗ്രഹമായിട്ട് ആശ്വാസമായിട്ട് മാറട്ടെ. നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുമ്പോഴേ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു കാര്യം, അതായത് നമുക്കിപ്പം എനിക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു ഓൺലൈൻ മിനിസ്ട്രി ചെയ്യുന്നു, ഇവിടുത്തെ ധ്യാനങ്ങൾ നടക്കുന്നു, ആൾക്കാരെ കാണുന്നു, നമുക്ക് മറ്റ് എൻ്റെ കോൺഗ്രിഗേഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ചെയ്യുന്നു. ശരിക്കും പേഴ്സണലി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, ഇങ്ങനെ ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോകുന്നു, ബേൺ ഔട്ട് ആയി പോകുന്നു എന്നൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. 2025 കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വർക്കിലോട് കൂടിയ സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, കർത്താവെ തീർന്ന് എൻ്റെ പരിപ്പിളകി പോയി എന്നൊക്കെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ഒത്തിരി വർക്കിലോട് വന്നപ്പോൾ ചിലപ്പോൾ നമുക്കെല്ലാം അത് സംഭവിക്കുക. ഇപ്പോൾ എനിക്ക് ഇത്രയും ഒരു വൈദികൻ എന്ന നിലയിൽ ഇത്രയും തിരക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും ചില സമയത്ത് വർക്കിലോട് കൂടി വരുമ്പോഴും അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ വർക്ക് നിങ്ങൾക്കുണ്ടാവും. പഠിക്കാനുണ്ട്, ജോലി ചെയ്യാനുണ്ട്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, നിങ്ങളുടെ ബിസിനസ്, കൃഷി, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ചിലപ്പോൾ തീർക്കാനുള്ള വലിയ പ്രൊജക്റ്റുകൾ, ഈ ഒരു വർഷം കൊണ്ട്, ചിലപ്പോൾ ഈ വരുന്ന 2-3 മാസങ്ങൾ കൊണ്ട് എത്തിക്കേണ്ട ഒരു ടാർഗറ്റ്, ഈ മാസത്തിൻ്റെ എൻഡിൽ തീർക്കേണ്ട ചില കാര്യങ്ങൾ, ഇന്ന് തീർക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് ഇന്ന് പൂർത്തിയാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ ഓവർ എക്സോസ്റ്റഡ് ആവും, ബേൺഡ് ഔട്ട് ആയിപ്പോവും. ഇപ്പം നമുക്കിപ്പോൾ ഒരു പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, ഒരു പുതിയ സ്ഥാപനം തുടങ്ങി, ഇല്ല പുതിയൊരു സംരംഭം നമ്മൾ ആരംഭിച്ചു. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആൾക്കാരെ ചേർത്ത് പിടിക്കണം, നമ്മുടെ മുമ്പിൽ കുറേ കാര്യങ്ങളുണ്ട്, ഇത് എന്ന് പൂർത്തിയാക്കണം, നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ പേര് കൊടുത്തില്ലെങ്കിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇവർക്കെല്ലാം നമ്മൾ അവരോടൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റും കൂടെ കാണിക്കുവാണല്ലോ. ഇപ്പം നിങ്ങളുടെ സുപ്പീരിയർ നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചു, നിങ്ങളുടെ ഓഫീസർ നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചു, ഈ സമയത്തുള്ളത് പൂർത്തിയാക്കണം എന്ന് അദ്ദേഹം നിങ്ങളോട് പറയുമ്പോൾ, ആ വ്യക്തി നിങ്ങളോട് പറയുമ്പോൾ ദർ ഈസ് എ ബിലീഫ് അല്ലേ, നിങ്ങളത് പൂർത്തിയാക്കുമെന്നുള്ളൊരു വിശ്വാസം കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തെ തെറ്റിക്കാതിരിക്കാനും കൂടെ നമ്മളിങ്ങനെ കടന്ന് പെടാപ്പാട് പെടും. ചിലപ്പോൾ ആൾക്കാരിങ്ങനെ ഉറക്കം ഇളച്ചിരുന്നൊക്കെ പണിയെടുക്കാറില്ലേ, പഠിക്കാറില്ലേ, ഒത്തിരി വർക്കുകൾ ചെയ്യാറില്ലേ, നമുക്ക് ചിലപ്പോൾ സംഭവിച്ചു പോകാനുള്ളൊരു സാധ്യത നമ്മളിങ്ങനെ ബേൺഡ് ഔട്ട് ആയിട്ട് പോകും. അവിടെ നമുക്ക് ഈശോയുടെ വചനം, കർത്താവിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തേണ്ടതും ഒപ്പം തന്നെ നമുക്കൊരു ഫ്രീഡം തരേണ്ടതുമായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഈ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 52-ാമത്തെ അധ്യായം, ഐസയാ ചാപ്റ്റർ 52:2, ഏശയ്യാ 52:2, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. അല്പം ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ പ്രവാചകനോട് കർത്താവ് പറയാണ്. എന്തിനാ? നമ്മൾ ചുമ്മാ കൈയും കെട്ടി മടി പിടിച്ചിരിക്കാനല്ല. നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കണം, നമ്മുടെ പ്രൊജക്റ്റുകൾ നമ്മൾ തന്നെ ചെയ്ത് തീർക്കണം. പക്ഷെ അത് ഈ എക്സോസ്റ്റഡ് ആയി പോരുത്, ബേൺഡ് ഔട്ട് ആയി പോരുത്, അവസാനം ഇത് പണിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് നമുക്കിട്ട് പണിയായി മാറരുത്. അപ്പോൾ വചനം കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്, നിങ്ങളിങ്ങനെ തിടുക്കം കൂട്ടല്, ഒന്ന് നിന്നേ, ഒന്ന് ശാന്തമായിക്കേ. ഇന്നിപ്പോൾ കട്ടിലേലോട്ട് പോകുമ്പോൾ, കിടക്കാൻ പോകുമ്പോൾ പോലും ചിലപ്പോൾ ആ നാളെ ചെയ്യാനുള്ളൊരു കാര്യത്തെക്കുറിച്ച്, ഇങ്ങനെ നാളെ മീറ്റ് ചെയ്യാനുള്ള ഒരു ടാർഗറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിലപ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. ഞരമ്പൊക്കെ ഇങ്ങനെ പെട്ടച്ചിട്ടായിരിക്കൊക്കെ പോയി കിടന്ന് ഉറങ്ങണത്. തലേണയൊക്കെ നമ്മളോട് പറയാണ്, ചേട്ടോ ചേച്ചി ഒന്ന് അടങ്ങിയിരിക്കുന്നൊക്കെ നമ്മളോട് തലേണ പറയുന്നുണ്ടാവും. നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അറിയാം നമുക്ക് എന്തോ ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടത്. ഈശോ നമ്മളോട് പറയണം വചനത്തിലൂടെ, തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട, ഒന്ന് റിലാക്സ് ചെയ്തേ, ഒന്ന് ശാന്തമായിക്കുക, ഒന്ന് റെസ്റ്റ് ചെയ്തേ. എന്നിട്ട് മടി പിടിച്ചിരിക്കാനല്ല വചനം പറയുക. ഏശയ്യാ 52:2 നല്ലപോലെ എടുത്ത് വായിക്കണം. കർത്താവ് നിങ്ങളുടെ മുൻപേ പോട്ടെ, കർത്താവ് തന്നെ നിങ്ങൾക്ക് പുറകിൽ കാവലായിട്ട് നിൽക്കും. ഈശോയെ മുമ്പിൽ വിടുക. ഇന്ന് രാത്രി ഒന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങുകയെ, എന്നിട്ട് നാളെ രാവിലെ, ഇന്ന് രാത്രി കിടക്കുമ്പോഴും നാളെ എഴുന്നേൽക്കുമ്പോഴും ഇത് പ്രാർത്ഥിച്ച്, ഈശോയെ ഇന്ന് ഞാൻ ശാന്തമായിട്ട് ഉറങ്ങാൻ പോവാണ്, നാളെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ നിൻ്റെ മുമ്പിലേക്ക് ഇത് സമർപ്പിക്കുകയാണ്. നാളെ നീ എൻ്റെ മുമ്പിൽ പോകണം. നാളെ ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ, ഞാൻ പഠിക്കാൻ പോകുമ്പോൾ, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഞാൻ ഈ ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, ഞാൻ ഈ ആ വ്യക്തിയെ കാണാൻ പോകുമ്പോൾ, ഞാൻ ഈ ഓഫീസിലേക്ക് കയറുമ്പോൾ, ഞാനല്ല, പ്ലീസ് ഗോ ബിഫോർ മീ. കർത്താവേ, നീ എൻ്റെ മുമ്പിൽ പോകണേ. നാളെ സ്ഥാപനം തുറക്കുന്നതിന് മുമ്പ്, ഈ കട തുറക്കുന്നതിന് മുമ്പ്, നാളെ നിങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഈശോയോട് ഇത് പ്രാർത്ഥിക്കുക. കർത്താവായിരിക്കും നിൻ്റെ മുമ്പേ പോകുന്നതെന്ന് ഏശയ്യാ 52:2 പറയുകയാണ്. കർത്താവ് മുമ്പിൽ പോട്ടെ, പുറകിൽ കാവലായിട്ട് കർത്താവ് കൂടെയില്ലേ. ഇന്ന് രാത്രിയിൽ ശാന്തമാകാൻ വേണ്ടി ഇത് മതിയെന്നാണ് ഞാൻ കരുതുന്നത്. വർക്ക് ചെയ്യണം, നമുക്ക് പഠിക്കണം, ശുശ്രൂഷ ചെയ്യണം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് മീറ്റ് ചെയ്യണം. ബട്ട് ഡോണ്ട് ബേൺ ഔട്ട്. അവസാനം നീ കത്തിക്കരിഞ്ഞില്ലാണ്ടായി പോലെ ഈശോ മുമ്പിൽ നടക്കുന്നുണ്ട്. നീ ശാന്തമാവുക. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് കടന്നുറങ്ങുക. ഈ ഒരു ബ്ലെസ്സിങ്ങും കൂടെ സ്വീകരിക്കുക. കർത്താവിൻ്റെ കൃപ മുഴുവൻ നിങ്ങളിലേക്ക് നിറയട്ടെ. ഈശോയെ അങ്ങ് മുമ്പിൽ നടക്കണമേ. ഇന്നീ വചനം കേട്ട് ശാന്തമായി കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് മുൻപേ നടന്ന് നാളെ അങ്ങയുടെ മകൻ, അങ്ങയുടെ മകൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവർത്തികളും അങ്ങ് തന്നെ മുൻപിൽ നിന്ന് നയിക്കണമേ. കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടാവട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.